ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 9ലെ ക്ഷിതിജ് പാഠ്യപുസ്തകത്തിലെ ദോ बैलों की കഥ എന്ന അധ്യായത്തിൻ്റെ 3rd പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अरे यह क्या, कोई सांड ढूंढता चला आ रहा है. हाँ, सांड ही है. वह सामने आ पहुंचा. दोनों मित्र बगलें झांक रहे हैं. सांड पूरा हाथी है. उससे भिड़ना जान से हाथ धोना है, लेकिन न भिड़ने पर भी जान बचती नहीं नजर आती. इन्हीं की तरफ आ भी रहा है. कितनी भयंकर सूरत है. അപ്പോൾ ഈ രണ്ട് ബുള്ളും ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സാണ്ട്, അതായത് വൈൽഡ് ബുള്ള് ഇങ്ങനെ ഓടി വരുന്നതായിട്ട്, അവരുടെ നേരെ ഓടി വരുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, അരേ യഹ് ക്യാ, കോയി സാണ്ട് ഡോങ്താ ചലാ രഹാ ഹൈ. അയ്യോ, ഇതെന്താ, ഒരു സാണ്ട്, ഒരു വൈൽഡ് ബുൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണല്ലോ, അതും ഡോങ്താ ഹുവ. ഡോങ്താ ഹുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഈ ഇങ്ങനെ ബുള്ളിന് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ദേഷ്യം കൊണ്ട് വരുന്നതിനാണ് ഡോങ്താ ഹുവ. അപ്പോൾ ഡോങ്താ ചലാ ആ രഹാ ഹൈ. ഹാ സാണ്ടി ഹേ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് വൈൽഡ് ബുള്ള് തന്നെയാണ്. അപ്പോൾ സാമനെ ആ പहुंचा, അത് നേരെ അവരുടെ മുമ്പിൽ വന്ന് നിന്നു. ദോനോ മിത്ര ബഗലേ ഝാങ്ക് രഹേ ഹേ. രണ്ടുപേരും അപ്പുറത്തിപ്പുറത്ത് നോക്കുക എന്ന് പറയത്തില്ല, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന രീതിയിൽ ബഗലേ ഝാങ്കന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുക, അതായത് ഒരു വഴിയും ഇല്ല, അവിടെ നിന്ന് ഓടാനുള്ള വഴി നോക്കുകയാണ്. അപ്പോൾ സാണ്ട് പൂറ ഹാത്തി ഹേ, ശരിക്കും ഒരു ആന പോലെ, അതായത് ശരിക്കും ഒരു നല്ല ശക്തിമാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ. उससे भिड़ना जान से हाथ धोना है, लेकिन न भिड़ने पर भी ജാൻ ബച്തി നഹി നസർ ആത്തി. അപ്പോൾ ഉസ്സെ ഭിഡ്ന എന്ന് പറഞ്ഞാൽ അതുമായിട്ട് എന്താണ്, അറ്റാക്ക് ചെയ്യുക, അതുമായിട്ട് ഫൈറ്റ് ചെയ്യുക. അറ്റാക്ക് അല്ല, ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജാൻ സെ ഹാത്ത് ധോന എന്ന് പറഞ്ഞാൽ ഒരു യൂസേജാണ്. എന്താണ്, അതായത് ജീവൻ എന്താണ് അടവ് വയ്ക്കുക എന്ന രീതിയിൽ. അപ്പോൾ ലേക്കിൻ ന ഭിഡ്നെ പർ ബി ജാൻ ബച്തി നഹി നസർ ആത്തി. അപ്പോൾ ഇപ്പം ഞങ്ങൾ അതുമായിട്ട് വഴക്ക് കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ജാൻ ബച്തി നഹി നസർ ആത്തി, അപ്പോഴും ജീവൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇൻഹിക്ക് തരഫ് ആ ഭി രഹാ ഹൈ, അവരുടെ നേരെ തന്നെയാണ് അത് വരുന്നതും. കിത്നി ഭയങ്കർ സൂറത്ത് ഹേ, അതിൻ്റെ ആ മുഖം, അതിൻ്റെ ആ ഒരു ശരീരപ്രകൃതിയൊക്കെ എങ്ങനത്തെ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദേഹപ്രകൃതിയൊക്കെ എങ്ങനെയുള്ളതാണ്, ഒന്ന് നോക്കിയേ എന്ന രീതിയിൽ അവർ ഇങ്ങനെ ആലോചിക്കുകയാണ്. मोती ने मूक भाषा में कहा, पूरे फंसे, जान बचेगी, कोई उपाय सोचो. हीरा ने चिंतित स्वर में कहा, अपने घमंड में भूला हुआ है, आरजू विनती न सुनेगा, भाग क्यों न चले. അപ്പോൾ മോത്തി ഹീരയോടായിട്ട് പറഞ്ഞു, തൻ്റെ മൂകഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, ബുരേ ഫസേ, ശരിക്കും കുടുങ്ങി ഞങ്ങൾ. ജാൻ ബച്ചേഗി, ജീവൻ രക്ഷിക്കാൻ പറ്റുമോ, कोई उपाय सोचो, എന്തെങ്കിലും ഒന്ന് ഐഡിയ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ചെടുക്ക്. അപ്പോൾ ഹീരാനെ ചിന്തിത് സ്വരമേ കഹ, ഇനി ചിന്തിതനായിട്ട് ഒന്നും ചെയ്യാൻ വഴിയില്ലാത്ത രീതിയിൽ പറഞ്ഞു, അപ്നെ ഘമണ്ഡ് മേ ഭൂലാ ഹുവാ ഹെ. ആ ബുള്ളാണെങ്കിൽ തൻ്റെ അഹങ്കാരത്തിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ്. ആർസു വിൻതി ന സുനേക. അപ്പോൾ എന്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താലും, ആർസു വിൻതി എന്നൊക്കെ പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, അപ്പോൾ ഞങ്ങൾ എത്ര റിക്വസ്റ്റ് ചെയ്താലും അതൊന്നും കേൾക്കാൻ പോണില്ല. ഭാഗ്യോന്ന് വെച്ചാലേ, അപ്പോൾ ഇവിടെ നിന്ന് ഓടിയാൽ എന്താ എന്ന് ഹീരയും പറഞ്ഞു. ഭാഗ്ന കായറത്താ ഹേ, तो फिर यही मरो, बंदा तो 9-2-11 होता है, और जो दौड़ाए तो फिर कोई उपाय सोचो जल्द. അപ്പോൾ ഭാഗ്ന കായറത്താ ഹേ, അപ്പോൾ തന്നെ ഉടനെ മോത്തി പറഞ്ഞു, ഈ ഓടുക എന്ന് പറയുന്നത് ഭീരുത്വമാണ്. तो फिर यही मरो, बंदा तो 9-2-11 होता है. 9-2-11 होना എന്ന് പറഞ്ഞാൽ ഒരു മുഹാവരയാണ്, ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് കാണാതാവുക, അതായത് അവിടുന്ന് ഓടുക. അപ്പോൾ തോ ഫിർ യഹി മറോ, നീ ഇവിടെ തന്നെ, എങ്കിൽ ഇവിടെ തന്നെ മരിച്ചോ. ബന്ധാത്തോ 9-2-11 ഹോത്ത, ഞാൻ ഇവിടുന്ന് ഓടാൻ പോവുക, ഞാനിവിടെ ഒളിച്ചോടാൻ പോവുക ഇവിടുന്ന്. ഓർ ജോ ദൊടായേ, അങ്ങനെയാണെങ്കിൽ അത് ഓടിക്കുകയാണെങ്കിലോ. തോ ഫിർ കോയി ഉപായ് സോച്ചോ ജൽദ്, അങ്ങനെയാണെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുക എന്ന് ഹീറയും പറഞ്ഞു. ഉപായ് യഹി ഹൈ कि उस पर दोनों जाने एक साथ चोट करे. അപ്പോൾ ഉപായ് യഹി ഹൈ, ഒരേ ഒരു ഐഡിയയേ ഉള്ളൂ. എന്താ, ഉസ് പർ ദോനോം ജനെ, രണ്ടുപേരും ഒരുമിച്ച് അതിനെ വേദനിപ്പിക്കണം, അതായത് അറ്റാക്ക് ചെയ്യണം. मैं आगे से रगेता हूँ, तुम पीछे से रगे दो, दोहरी मार पड़ेगी तो भाग खड़ा होगा, मेरी और झपटे, तुम बगल से उसके पेट में सींग घुसेड़ देना. जान जोखिम है, पर दूसरा उपाय नहीं है. അപ്പോൾ ഒരേ ഒരു ഉപായമേ ഉള്ളൂ,
ഉസ് പർ ദോനോം ജനെ ഏക് സാത്ത് ചോട്ട് കർ, രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് രണ്ടുപേരും മുറിവേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ മേ ആകെ സെ റഗേത്താവും, ആ സമയത്ത് ഞാൻ മുമ്പിൽ നിന്ന് അതിനെ തള്ളാം, അതായത് അതിനെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാം അതുമായിട്ട്. തും പീച്ചെ സെ റഗേതോ, നീ പിറകിൽ നിന്നും അതിനെ അറ്റാക്ക് ചെയ്തോ. ദോഹരി മാർപ്പടിക്കുക, അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും, ദോഹരി എന്ന് പറഞ്ഞാൽ ദോനവും, രണ്ട് സൈഡിൽ നിന്നും അതിന് നല്ലോണം കിട്ടും. തോ ഭാഗ് ഖടാവുക, അങ്ങനെയാണെങ്കിൽ അത് ഓടും. മേരി ഓർ ജപ്റ്റെ, എൻ്റെ നേരേക്ക് എങ്ങാനും അത് വരികയാണെങ്കിൽ തും ബഗൽ സെ ഉസ്കെ പേറ്റ് മേ സീങ് ഗുസേഡ് ദേന, ബഗൽ സെ അടുത്ത് നിന്നുകൊണ്ട് നീ അതിൻ്റെ വയറ്റിലോട്ട് നിൻ്റെ കൊമ്പ് കയറ്റണം, എൻ്റെ നേരേക്ക് വരികയാണെങ്കിൽ. ജാൻ ജോക്കിം ഹേ പർ ദൂസറ ഉപായ നഹി ഹേ, ജീവൻ തന്നെ അടവ് വയ്ക്കുക എന്ന് പറയത്തില്ലേ, ജാൻ ജോക്കിം ഹേ പർ ദൂസറ ഉപായ നഹി, പക്ഷെ വേറൊരു ഉപായവും ഇല്ല. ഇങ്ങനെ ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ പറ്റത്തുള്ളൂ എന്ന് അഭിപ്രായം പറഞ്ഞു. ദോനോ മിത്ര ജാൻ ഹത്തീലിയും പർ ലേക്കർ ലപ്കെ, അപ്പോൾ രണ്ട് മിത്രങ്ങളും ജാൻ ഹത്തീലിയും പർ ലേക്കർ എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് എടുക്കുകയാണ്, അവരുടെ ജീവൻ തന്നെ അടവ് വെച്ചിട്ട്, അതായത് ഒരു ഭയവും ഇല്ലാത്ത രീതിയിൽ അവർ അവിടെ ചാടുകയാണ്. ജാൻ ഹത്തീലിയും പർ ലേക്കർ ലപ്കെ. सांड को भी संगठित शत्रुओं से लड़ने का तजर्बा न था, അപ്പോൾ ഈ ബുള്ളിനും ഈ സംഘടിത് ശത്രു, അതായത് ഒരുമിച്ച് കൂടിയിട്ട് ശത്രുക്കളുടെ ആ ഒരു അറ്റാക്ക്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആർക്കില്ലായിരുന്നു, അനുഭവം ഈ ബുള്ളിന് ഇല്ലായിരുന്നു. അതായത് ഒരുമിച്ച് ഒരു ശത്രുവും ബുള്ളിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ബഹുത്ത് ഏക് ശത്രു സെ മല്ലയുദ്ധ കർണെ കാ ആദി താ, ബുള്ളാണെങ്കിലോ ഒരേ ഒരു ശത്രു മാത്രമേ ഇതുവരെ ബുള്ള് അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരേ ഒരു ശത്രുവുമായിട്ട് മാത്രമേ ബുള്ള് മല്ലയുദ്ധം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ശീലമാണ് ബുള്ളിനുള്ളത്. ആദിത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ്, ഹീസ് യൂസ് ടു എന്ന് പറയത്തില്ല. അപ്പോൾ ജോ ഹി ഹീറ പർ ഝപ്റ്റ മോത്തിനെ പീछे से दौड़ाया, അപ്പോൾ ഹീരയുടെ നേരെ അത് വന്നപ്പോൾ മോത്തി പിറകിൽ നിന്നും അതിനെ ഓടിച്ചു. സാണ്ട് ഉസ്കി തരഫ് മുട, എന്നിട്ട് ആ സമയത്ത് മോത്തിയുടെ നേരെ അത് ഇങ്ങനെ തിരിഞ്ഞു, മുട. തോ ഹീറാനെ റഗേദ, അപ്പോൾ ആ സമയത്ത് ഹീര അതിനെ തള്ളി. सांड चाहता था कि एक एक करके दोनों को गिरा ले, पर ये दोनों भी उस्ताद थे. അപ്പോൾ സാണ്ട് വിചാരിച്ചത് ഈ ഓരോരുത്തരായിട്ട് രണ്ടുപേരെയും താഴെ വീഴ്ത്തണം. पर ये दोनों भी उस्ताद थे. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടുപേരും നല്ല എക്സ്പേർട്ടാണ് ഈ കാര്യത്തിൽ. ഉസേ വഹ് അവസർ ന ദേത്തെ थे, അവർ ഒരിക്കലും ഒരു ചാൻസ് കൊടുത്തില്ല ഈ ഇടയ്ക്ക്. एक बार सांड झल्ला कर हीरा का अंत कर देने के लिए चला कि मोती ने बगल से आकर पेट में सींग भोंक दिया. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ एक बार सांड झल्लाकर എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഹീരയുടെ നേരെ വന്നപ്പോൾ, ഹീറാക്ക അന്ത് കരുതേനിക്കില്ലേ, ഹീരയെ കൊല്ലാനായിട്ട് വന്നപ്പോൾ മോത്തി എന്താ ചെയ്തേ, അടുത്ത് നിന്നുകൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അതിൻ്റെ വയറിലോട്ട് തൻ്റെ കൊമ്പ് കുത്തിക്കയറ്റി. सांड क्रोध में आकर पीछे फिरा तो हीरा ने दूसरे पहलू में सींग चुबा दिया. അപ്പോൾ ഈ ബുള്ളിന് ദേഷ്യം വന്നതും ബുള്ളിങ്ങനെ മറ്റേ സൈഡിലോട്ട് മാറി, അതായത് മോത്തിയുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഹീറാനെ ദൂസരെ പഹലുമേ സീങ് ചുബാ ദിയ. അപ്പോൾ ആ സമയത്ത് ഹീര എന്താ ചെയ്തേ, മറ്റേ സൈഡിലൂടെ ഈ കൊമ്പ് കുത്തിക്കയറ്റി, അവരുടെ ഹീരയുടെ കൊമ്പ് കുത്തിക്കയറ്റി. आखिर बेचारा जख्मी होकर भागा और दोनों मित्रों ने दूर तक उसका पीछा किया. आखिर एट लास्ट എന്തായേ, ബെച്ചാര പാവം, ജഖ്മി ഹോക്കർ, ജഖ്മി മുറിവേറ്റയാൾ, വൂണ്ടഡ് ആയിട്ട് അത് ഓടി. और दोनों मित्रों ने दूर तक उसका पीछा किया, രണ്ടുപേരും അതിൻ്റെ പിറകിലോട്ട് ഓടി, കുറേ ദൂരെ വരെ അത് ഓടിച്ചിട്ടു എന്നാണ് പറയുന്നത് അവർ രണ്ടുപേരും കൂടെ. യഹാ തക്കി സാണ്ട് ബേദം ഹോക്കർ ഗിർപട, ഭേദം അതായത് ശ്വാസം കിട്ടാത്ത രീതിയിൽ അത് താഴെ വീണു ബുള്ള്, ഗിർപട. തബ് ദോനോനെ ഉസേ ഛോടിയ, അങ്ങനെ ഓടി 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 ആയപ്പോൾ അതിന് ശ്വാസം കിട്ടാതെ അവിടെ വീണു. എന്നിട്ടാണ് അവരതിനെ വിട്ടത്. തബ് ദോനോനെ ഉസേ ഛോടിയ, പിന്നീട് അത് അവർ രണ്ടുപേരും അതിനെ വിട്ടു. मोती ने अपनी सांकेतिक भाषा में कहा, मेरा जी तो चाहता था कि बच्चा को मार ही डालूं. അപ്പോൾ ദോനോ മിത്ര വിജയിക്ക് നശയമേ, ആ ജയിച്ചതിൻ്റെ ആ ഒരു മത്തിൽ രണ്ടുപേരും ജൂംത്തെ ചലെ ജാത്തേത്തെ, നല്ല സന്തോഷിച്ച് ആഹ്ലാദിക്കുകയായിരുന്നു രണ്ടുപേരും. മോത്തിനെ അപ്നി സാങ്കേതിക് ഭാഷാമേ കഹ, തൻ്റെ എന്താണ് സാങ്കേതിക് എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ലാംഗ്വേജ് എന്ന് പറയത്തില്ല, ആ ഒരു ഭാഷയിൽ മോത്തി പറഞ്ഞു, എന്നെക്കൊണ്ടാവുകയാണെങ്കിൽ മേരാ ജീത്തോ ചാത്താത്ത, എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത് കി ബച്ചാക്കോ മാറിയിടാലോ, അതിനെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഹീറാനെ തിരസ്കാർ കിയ, ഗിരേ ഹുവേ ബാരി പർ സിംഗ് ന ചലാനാ ചാഹിയെ,
അപ്പം ഹീര അത് നിരസിച്ചു എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞു. ഗിരേ ഹുവെ ബാരി പർ, ബാരി എന്ന് പറഞ്ഞാൽ ശത്രു. അപ്പോൾ താഴെ വീണ് കിടക്കുന്ന ഒരു ശത്രുവിനെ ഈ കൊമ്പ് കുത്തി കൊല്ലുക, അല്ലെങ്കിൽ സീങ് ന ചലാന ചായ, അതിൽ കൊമ്പ് കുത്തരുത്, പിന്നെ അതിനെ ശല്യപ്പെടുത്തരുത് എന്നതാണ് ഞങ്ങളുടെ ധർമ്മം എന്ന രീതിയിൽ ഹീര പറഞ്ഞു. യെ സബ് ഢോങ് ഹേ, ബാരി കോ ऐसा മാർനാ ചായേ കി ഫിർ ന ഉഠേ. ഇതൊക്കെ വെറും കാണിക്കൽ മാത്രമേ ഉള്ളൂ, ഢോങ്കാണ്. ഢോങ് എന്ന് പറഞ്ഞാൽ വെറും സൂപ്പർഫിഷ്യലായിട്ട് ഇങ്ങനെ പുറത്തൂടെ ആളുകൾ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ, ഈ ധർമ്മം എന്ന് പറയുന്നത്. ബെരിക്കോ ഏസാ മാറണ ചയ്യക്ക് ഫിർനോട്ടെ, ഈ ശത്രുവിനെ എങ്ങനെ കൊല്ലണം അത് ഒരിക്കലും എണീക്കരുത്, ആ രീതിയിൽ വേണം അതിനെ കൊല്ലാനായിട്ട്. അബ് ഘർ കേസെ പਹੁഞ്ചെങ്കിൽ വ സോച്ചോ, ഇനി എങ്ങനെയാണ് വീട്ടിലെത്തേണ്ടത് അതൊന്നും നീ ആലോചിക്കുക എന്ന് ഹീര പറഞ്ഞു. പഹലെ കുച്ച് ഖാ അല്ലേ തോ സോച്ചേ, എങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ, എന്നിട്ട് പിന്നെ ആലോചിക്കാം. സാമനെ മട്ടർ കാ ഖേത് താ ഹി, മോത്തി ഉസ്മേ ഘുസ് ഗയാ. അപ്പോൾ വിശക്കുന്നു എന്ന് മോത്തി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചാലോ എന്ന്. അപ്പോൾ തന്നെ മുമ്പിൽ നോക്കിയപ്പോൾ അവിടെ ഒരു കൃഷിസ്ഥലം, എന്തിൻ്റെയാ, മട്ടറിൻ്റെ. അപ്പോൾ മോത്തി ഉസ്മേ ഘുസ് ഗയാ, മോത്തി ഉടനെ അതിൻ്റെ ഉള്ളിൽ കയറി. ഹീര മനാ കർത്താ രഹാ പർ ഉസ്നെ ഏക് ന സുനി, ഹീര പോണ്ട എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞെങ്കിലും ഉസ്നെ ഏക് ന സുനി, ഒട്ടും കേട്ടില്ല, ഒന്നും കേട്ടില്ല. അഭി ദോ ഹി ചാർ ഗ്രാസ് ഖായേ थे कि दो आदमी लाठियाँ लिए दौड़ पड़े और दोनों मित्रों को घेर लिया. അഭി ദോ ഹി ചാർ ഗ്രാസ് ഖായേ थे, കുറച്ച് അതിൽ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് രണ്ടാളുകൾ ഈ ലാട്ടി തടിച്ച വടിയും കൊണ്ട് ദോടപ്പടി ഓടി വരികയായിരുന്നു. और दोनों मित्रों को घेर लिया, രണ്ട് ഫ്രണ്ട്സിനും രണ്ട് മിത്രങ്ങളെയും അവർ ചുറ്റും കൂടി. ഹീര തോ മേഡ് പർ ഥാ നിക്കൽ ഗയ, ഹീരയാണെങ്കിൽ ആ കൃഷിസ്ഥലത്തിൻ്റെ വരമ്പില്ല, ആ സ്ഥലത്തായിരുന്നു, അവിടെ ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹീരയ്ക്ക് വേഗം അവിടെ നിന്ന് ഓടാനായിട്ട് സാധിച്ചു. മോത്തി സീച്ചേ ഹുവേ ഖേത് മേ താ, മോത്തി ആണെങ്കിലോ ഈ നനച്ച് വെച്ചിരിക്കുന്ന കൃഷിസ്ഥലത്തായിരുന്നു കയറിയത്, അകത്തോട്ട് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉസ്കെ ഖുർ കീച്ചട് മേ ധസ്നെ ലഗെ, അപ്പോൾ അതിൻ്റെ ആ കാല് ഈ ചെളിയിൽ ഇങ്ങനെ പൂണ്ട് കയറാൻ തുടങ്ങി. ഓർ ന ഭാഗ് സക്ക, അതുകൊണ്ട് അതിന് ഓടാൻ പറ്റിയില്ല. പക്കഡ്ലിയ, അങ്ങനെ പിടിച്ചു അതിനെ. ഹീരാനെ ദേഖാ സംഗി സങ്കട്ട് മേ ഹേ തോ ലോട്ട് പടാ, അപ്പോൾ ഹീരയ്ക്ക് മനസ്സിലായി, ഹീര കണ്ടു, എന്താ കണ്ടത്, സംഗി സങ്കട്ട് മേ, സംഗി എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെയുള്ള ആൾ, അതായത് തൻ്റെ മിത്രം എന്താണ് കുടുങ്ങിയിരിക്കുകയാണ്, കഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കിയതോടെ തോ ലോട്ട് പട, വീണ്ടും തിരിച്ച് മടങ്ങി അവിടെ നിന്ന്. ഫസേങ്കെ തോ ദോനോ ഫസേങ്കെ, കുടുങ്ങുകയാണെങ്കിൽ രണ്ടുപേരും കുടുങ്ങട്ടെ. റഖ്വാലോനെ ഉസേ ഭി പക്കഡ്ലിയ, അതുകൊണ്ട് തന്നെ ഈ സൂക്ഷിപ്പുകാരുണ്ടല്ലോ, ഈ കൃഷിസ്ഥലമൊക്കെ നോക്കി നടത്തുന്ന ആളുകൾ, അവർ രണ്ടുപേരും ഒരുമിച്ച് പിടിച്ചു. പ്രാതക്കാൽ ദോനോ മിത്ര കാഞ്ചി ഹൗസ് മേ ബന്ദ് കർ ദിയേ ഗയേ, അപ്പോൾ രാവിലെ ആയതും രണ്ട് ഫ്രണ്ട്സിനെയും, അതായത് ഹീരയും മോത്തിയെയും കാഞ്ചി ഹൗസിൽ അടച്ചിട്ടു. കാഞ്ചി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാം പോലെ, അതായത് പശുക്കളെയൊക്കെ തൊഴുത്ത് പോലത്തെ സ്ഥലത്തെയാണ് കാഞ്ചി ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അതിനെ അടച്ചിട്ടു എന്നാണ് പറയുന്നത്. दोनों मित्रों को जीवन में पहली बार ऐसा साबिका पड़ा कि सारा दिन बीत गया और खाने को एक तिनका भी न मिला. അപ്പോൾ രണ്ടുപേരുടെയും ലൈഫിൽ, ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാബിക്ക എന്ന് പറഞ്ഞാൽ ലേൻ ദേൻ ഒരു സംഭവം, അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എന്ന രീതിയിൽ ഒരു സബക് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സാബിക്ക പടാക്കി സാരാ ദിൻ ബീത് ഗയ, മുഴുവൻ ദിവസവും കഴിഞ്ഞു പോയി. ഓർ ഖാനിക്കോ എക് തിൻകാ ബി ന മില, ഇത് കഴിക്കാനായിട്ട് ഒരു ചെറിയ വൈക്കോലിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല, ഒരു ചെറിയ ഇതുപോലും കിട്ടിയില്ല. അപ്പോൾ സമജ് ഹി മേ ന ആതാ താ യെ കേസാ സ്വാമി ഹേ, അപ്പോൾ മനസ്സിലാകുന്നേ ഇല്ല ഇതെങ്ങനത്തെ ഒരു ഉടമസ്ഥനാണ്, അതായത് ഈ കാഞ്ചി ഹൗസിൽ. ഇസ്സേ തോ ഗയ ഫിർ ഭി അച്ഛാ താ, അപ്പോൾ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഗയ തന്നെയായിരുന്നു നല്ലത്. യഹാ കൈ ഭേൻസേ തീ, കൈ ബക്രിയാം, കൈ ഘോടെ, കൈ ഗധേ, पर किसी के सामने चारा न था, सब ज़मीन पर मुर्दों की तरह पड़े थे. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാം കുറേ എന്താണ് എരുമകളുണ്ട്, കുറേ ആടുകളുണ്ട്, കുറേ കുതിരകളുണ്ട്, പിന്നെ കുറേ കഴുതകളുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിലൊന്നും അതിനുള്ള ഭക്ഷണം, അതിൻ്റെ മുമ്പിൽ ചാര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭക്ഷണം ഒന്നും അവിടെ കാണുന്നില്ല. സബ് ജമീൻ പർ മുർദോം കി തര പടേത്തി, അപ്പോൾ എല്ലാവരും ഒരു ജീവനില്ലാത്ത പോലെ, മുർദ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്ന പോലെ, അതായത് ഒരു ജീവനില്ലാത്ത രീതിയിലാണ് എല്ലാവരും അവിടെ കിടക്കുന്നത്. കൈ തോ ഇത്നെ കംസോർ ഹോ ഗയേ ഥേ കി ഖടേ ഭി ന ഹോ സക്തേ ഥേ,
അതിൽ കുറേ ആനിമൽസ് ആണെങ്കിൽ എന്താണ് കംസോർ വീക്കായിട്ടാണ് കണ്ടത്. അവർക്ക് നിൽക്കാൻ പോലുമുള്ള ശക്തി ഇല്ലായിരുന്നു. സാരാ ദിൻ ദോനോ മിത്ര ഫാട്ടക്കി ഓർ ടക്ടക്കി ലഗായെ താക്തേ രഹി पर कोई चारा लेकर आता न दिखाई दिया. पर മുഴുവൻ ദിവസവും രണ്ടുപേരും ഫ്രണ്ട്സ് ഫാട്ടക്കി ഓർ ടക്ടക്കി ലഗായെ താക്തേ രഹി. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ, ഫാട്ടക്ക് എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ടക്ടക്കി ലഗായെ ദേഖ്തേ രഹനാന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. पर कोई चारा लेकर आता न दिखाई दिया. പക്ഷെ ആരും അവിടെ ഭക്ഷണവും കൊണ്ട് വരുന്നതായിട്ട് കണ്ടില്ല. तब दोनों ने दीवार की नमकीन मिट्टी चाटनी शुरू की. पर इससे क्या तृप्ति होती. അപ്പോൾ രണ്ടുപേരും എന്താ ചെയ്തേ, ഈ മതിലിൻ്റെ ആ ഉപ്പ് രസം ഉണ്ടാവും ഈ മതിലിന്, അതിൻ്റെ ആ മണ്ണ് ഇങ്ങനെ നക്കാൻ തുടങ്ങി. നമക്കീൻ മിട്ടി ചാട്നി ഷുറുക്കി, അതിങ്ങനെ നക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്സയ്ക്ക് തൃപ്തി ഹോത്തി, അതുകൊണ്ട് തൃപ്തി ആവുമോ, അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ. पर रात को भी जब कुछ भोजन न मिला तो हीरा के दिल में विद्रोह की ज्वाला दहक उठी. मोती से बोला, अब तो नहीं रहा जाता मोती. അപ്പോൾ രാത് കോ ബി ജബ് കുച്ച് ഭോജൻ ന മില, അപ്പോൾ രാത്രി ആയപ്പോഴും ഒരു ഭക്ഷണവും കിട്ടിയില്ല എന്നായപ്പോൾ ഹീറാക്ക് ദിൽമി വിദ്രോഹി ജ്വാല, ഒരു റെബൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം കൂടിയിട്ട് ഇങ്ങനെ വിദ്രോഹം ഉണർന്നു എന്നാണ് പറയുന്നത്. ജ്വാല ദഹക്കൂട്ടി എന്ന് പറഞ്ഞാൽ ദേഷ്യം കൂടി വന്നിട്ട് ഒരു റെബലിയസ് ആയിട്ട് ഇങ്ങനെ എന്താണ് വിദ്രോഹം മനസ്സിൽ വന്നു. മോത്തി സേ ബോല, അബ് തോ നഹീ രഹാ ജാത്ത മോത്തി, ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല മോത്തി. മോത്തിനെ സിർ ലട്കായെ ഹുവേ ജവാബ് ദിയാ, മുझे तो मालूम होता है പ്രാൺ നിക്കൽ രഹേ. തലയും കുനിച്ചുകൊണ്ട് ഇങ്ങനെ ആൻസർ കൊടുത്തു മോത്തി. എനിക്ക് തോന്നുന്നു, മാലൂം ഹോത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ പ്രാൺ നിക്കൽ രഹേ, എൻ്റെ ജീവൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്നി ജൽദ് ഹിമ്മത്ത് ന ഹാരോ ഭായ്, യഹാ സേ ഭാഗ്നെ കാ കോയി ഉപായ നിക്കാൽനാ ചാഹിയേ. ഇത്ര വേഗം എന്താണ് ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാൽ ധൈര്യം വെടിയില്ലേ. न हारो भाई, हिम्मत न हारो भाई, ധൈര്യം വെടിയല്ലേ സഹോദര. യഹാസെ ഭാഗ്നെ കാ കോയി ഉപായ നിക്കാൽനാ ചാഹിയേ, ഇവിടുന്ന് ഓടാനുള്ള എന്തെങ്കിലും ഒന്ന് ഉപായം ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. ആവോ ദിവാർ തോട് ഡാലേ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മതിൽ അങ്ങ് പൊട്ടിച്ചിട്ടാലോ. മുझसे तो अब कुछ नहीं होगा, പക്ഷെ എന്നെ കൊണ്ടൊന്നും ആവത്തില്ല. ബസ് ഇസി ബൂത്തെ പർ അക്കടത്തെ थे. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് രണ്ടുപേരും വാശി പിടിക്കാറ്. സാരി അക്കട് നിക്കൽകെ, ആ വാശിയൊക്കെ മാറി. ഇപ്പോൾ രണ്ടുപേരും തർക്കിക്കാനൊന്നും പറ്റത്തില്ല. ബാഡേക്ക് ദിവാർ കച്ചി തീ, അതിൻ്റെ ആ തൊഴുത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ ആ വാൾ ഉണ്ടല്ലോ അത് വളരെയധികം വീക്കായിരുന്നു. കച്ചി തീ. അപ്പോൾ ഹീറ മസ്ബൂത്ത് तो था ही, ഹീരയാണെങ്കിൽ നല്ല സ്ട്രോങ്ങുമാണ്. अपने नुकीले सींग दीवार में गड़ दिए और जोर मारा. अपने നുക്കീലെ എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കൊമ്പ് എടുത്തിട്ട് ആ മതിലിലോട്ട് കുത്തിക്കയറ്റി. ഗാഡ് ദിയെ ഓർ സോർ മാറ, നല്ല ബലം പിടിച്ചു, നല്ല ബലത്തിൽ കുത്തി. तो मिट्टी का एक चिप्पड़ निकल आया. ഒരു ചിപ്പട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലെയറില്ലേ, അതിൻ്റെ ഒരു കഷ്ണം അതിലിൻ്റെ ഇറങ്ങി വന്നു. ഫിർ തോ ഉസ്കാ സാഹസ് ബടാ, പിന്നീട് അതിൻ്റെ ആ ധൈര്യം ഉണ്ടല്ലോ, കറേജ് കൂടി, കാരണം ചെയ്യാൻ പറ്റും എന്നൊരു ധൈര്യം വന്നു. इसने दौड़ कर दीवार पर चोटें की और हर चोट पे थोड़ी थोड़ी मिट्टी गिराने लगा. അപ്പോൾ ഓരോ പ്രാവശ്യം ഓടി വന്നിട്ട് മതിലിൽ കുത്തും. എന്നിട്ട് ഹർ ചോട്ട്മേ, ഓരോ പ്രാവശ്യം ആ മതിലിന് കൊള്ളുമ്പോൾ അത് പതുക്കെ അതിൻ്റെ മണ്ണ് വീഴാൻ തുടങ്ങി. उसी समय कांजी हाउस का चौकीदार लालटेन लेकर जानवरों की हाजिरी लेने आ निकला. അതേ സമയത്ത് ആ കാഞ്ചി ഹൗസിൻ്റെ അവിടുത്തെ വാച്ച്മാന്, സെക്യൂരിറ്റി അവിടെ വന്നു, ലാൽട്ടനും പിടിച്ചിട്ട് വന്നു ഈ ആനിമൽസിൻ്റെ കൗണ്ട് ചെയ്യാനായിട്ട്, അതായത് അറ്റൻഡൻസ് എടുക്കാനെന്ന് പറയത്തില്ല, ഹാസിറി ലേന, ഇത് അറ്റൻഡൻസ് എടുക്കാനായിട്ട്, അതിൻ്റെ എണ്ണം നോക്കാനായിട്ട് അവിടെ വന്നു. हीरा का उजड़पन देखकर उसने उसे कई डंडे रसीद किए और मोटी सी रस्सी से बांध दिया. അപ്പോൾ ഉസി സമയം കാഞ്ചി അറ്റൻഡൻസ്, അതായത് ആനിമൽസിനെ കൗണ്ട് ചെയ്യാനായിട്ട് ആ കാഞ്ചി ഹൗസിൻ്റെ തന്നെ ചോക്കിദാർ അവിടെ വന്നു. അപ്പോൾ ഹീറാക്ക അതിൻ്റെ നമ്പേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഹീറാക്ക ഉജടുപ്പൻ ദേക്കർ ഉസെ കൈ ഡണ്ടേ റസീദ് കിയെ. അപ്പോൾ ആ ഹീരയുടെ ഉജടുപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു എന്താണ് ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പെരുമാറ്റം, ഒരു നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ ഉസെ കൈ ഡണ്ടേ റസീദ് കിയെ, നല്ലോണം ആ വടി കൊണ്ട് അടിച്ചു. ഓർ മോട്ടി സി റസീസെ ബാന്തിയ, എന്നിട്ട് വലിയൊരു കയറെടുത്തിട്ട് അതിനെ കെട്ടുകയും ചെയ്തു. മോത്തിനെ പടേ കഹ, ആഖിർ മാർ ഖായി ക്യാ മില. മോത്തിക്കാണെങ്കിൽ ക്ഷീണമാണ്. അപ്പോൾ മോത്തി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ആഖിർ മാർ ഖായി, ഇനി അടി മേടിച്ചല്ലോ, ഇനി അതുകൊണ്ട് നിനക്ക് എന്താ കിട്ടിയേ. അപ്നെ ഭൂത്തെ ഭർ സോർ തോ മാർ ദിയാ, പക്ഷെ എന്നെക്കൊണ്ടാവുന്ന അങ്ങേയായിട്ട് ഞാൻ ചെയ്തില്ലേ,
जोर तो मार दिया, ഞാൻ ബലത്തിൽ അതിനെ കുത്തിയില്ലേ, മതിലിനെ കുത്തിയില്ലേ. ऐसा जोर मारना किस काम का कि और बंधन में पड़ गए. നീ അങ്ങേറ്റം ശ്രമിച്ചു, പക്ഷെ ഇങ്ങനെയുള്ള ശ്രമം എന്തുകൊണ്ട്, എന്താ പ്രയോജനം. കാം കാ കി ഓർ ബന്ധൻ മേ പട് ഗേ, ഇനിയും നീ എന്താണ് ബന്ധൻ മേ പട് ഗേ, അതായത് ഇനിയും നീ കുടുങ്ങുകയാണ് ചെയ്തത്. जोर तो मारता ही जाऊंगा चाहे कितनी ही बंधन पड़ते जाए. അപ്പോൾ എത്ര വേണമെങ്കിലും അവരെന്നെ കെട്ടിയിട്ടോടെ, പക്ഷെ ഞാൻ എൻ്റെ പ്രവൃത്തി നിർത്തത്തില്ല. എന്നെ കൊണ്ടാവുന്ന അത്രയും ബലം ഉപയോഗിച്ചിട്ട് സോർ തോ മാർത്താ ഹി ജാവുങ്ക, ഞാൻ ബലത്തിൽ അതിനെ മതിൽ പൊട്ടിക്കാനുള്ള ശ്രമം തുടരും. ജാൻ സെ ഹാത്ത് ധുന പടുക, ജീവൻ പോലും വെടിയേണ്ടതായിട്ട് വരും എന്ന് മോത്തി പറഞ്ഞു. കുച്ച് പർവാ നഹി യൂं भी तो मरना ही है. सोचो दीवार खुद जाती तो कितनी जानें बच जाती. इतने भाई यहाँ बंद हैं, किसी की देह में जान नहीं है. 2-4 दिन और यही हाल रहा तो सब मर जाएंगे. അപ്പോൾ കുച്ച് പർവാ നഹി, അപ്പോൾ പറഞ്ഞു ജീവൻ പോലും വെടിയും ഞങ്ങളുടെ എന്ന് മോത്തി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹീറ പറയുകയാണ് കുച്ച് പർവാ നഹി, ഒരു കെയറും ഇല്ല എനിക്ക്. പർവാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കെയറും ഇല്ല. യൂം ഭി തോ മർനാ ഹി ഹൈ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മരിക്കും. സോച്ചോ ദിവാർ ഖുദ് ജാത്തി തോ കിത്നി ജാനെ ബച്ച് ജാത്തി, ആ മതിൽ ഞങ്ങൾക്ക് നല്ലോണം പൊട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് എത്ര ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇത്നേ ഭായി യഹാ ബന്ദ് ഹൈ, ഇവരൊക്കെ ഇവിടെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കിസിക്കോ ദേഹമേ ജാൻ നഹി, ആർക്കും ജീവൻ പോലും ഇല്ല, ആരുടെയും ശരീരത്തിൽ ജീവനില്ല, എല്ലാവരും വീക്കായിരിക്കുകയാണ്, കാരണം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. 2-4 दिन और यही हाल रहा तो सब मर जाएंगे. 2-4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയാൽ ഇതേപോലെയാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഹാൽ റഹ तो सब मर जाएंगे, അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കും. हाँ यह बात तो है. अच्छा तो ला फिर मैं भी जोर लगाता हूँ. ആ അത് ശരിയാണ്, അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടെ, ഞാനും ഒന്ന് ബലം പിടിച്ച് മതിൽ പൊട്ടിക്കാൻ ശ്രമിക്കട്ടെ. മോത്തിനെ ഭി ദിവാർ മേ ഉസി ജഗ സീങ് മാറ, മോത്തിയും അതേ സ്ഥലത്ത് തൻ്റെ കൊമ്പ് കൊണ്ട് കുത്താൻ തുടങ്ങി. തോടി സി മിട്ടി ഗിരി, കുറച്ച് മണ്ണ് വീണു. और फिर हिम्मत बढ़ी, അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ധൈര്യം വന്നു മോത്തിക്ക്. फिर तो वह दीवार में सींग लगाकर इस तरह जोर करने लगा मानो किसी प्रतिद्वंदी से लड़ रहा है. അപ്പോൾ ഒരു ആവേശം വന്നു എന്ന് പറയത്തില്ലേ, അപ്പോൾ മോത്തിയും ഫിർ തോ വ ദിവാർ മേ സിംഗ് ലഗാക്കർ, മോത്തി എന്താ തൻ്റെ കൊമ്പ് കൊണ്ട് ആ മതിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. ഇസ് തര ജോർ കർണേ ലഗ, ഇങ്ങനെ ബലം പിടിക്കാൻ തുടങ്ങി. എന്തോ ഒരു പ്രതിദ്വന്ദി, അതായത് എഗൻസ്റ്റ് അടുത്ത മറ്റേ വശത്ത് ഒരു ശത്രു നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേ വശത്ത് ആരെങ്കിലും ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോലെ ഉള്ള പെരുമാറ്റമായിരുന്നു മോത്തിയുടേത്. അതായത് മോത്തി അങ്ങേയറ്റം ബലം ഉപയോഗിച്ചിട്ട് മതിലിനെ കുത്താൻ തുടങ്ങി. आखिर कोई 2 घंटे की जोर आजमाई के बाद दीवार ऊपर से लगभग 1 हाथ गिर गई. അപ്പോൾ ആഖിർ कोई 2 घंटे 2 മണിക്കൂർ जोर आजमाई, അതായത് जोर ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ബലം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. और उसके बाद आजमाई के बाद, അത് ആസ്മാന എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കുക, അപ്പോൾ ബലം ഉപയോഗിച്ചിട്ട് കുറേ കുത്തി നോക്കി. उसके बाद दीवार ऊपर से लगभग, മുകളിൽ നിന്നും ഏകദേശം 1 हाथ गिर पड़ी, ഒരു കൈയിൻ്റെ അത്രയും അളവ് താഴോട്ട് വീണു. ഉസ്നെ ദൂനി ശക്തി സെ ദൂസറ ധക്ക മാറ, ദൂനി ഡബിൾ ശക്തിയോടെ അത് ബലത്തിൽ ഇങ്ങനെ തള്ളി എന്നാണ് പറയുന്നത്, ധക്ക മാറ. തോ ആധി ദിവാർ ഗിർപടി, അപ്പോൾ പകുതി മതിലും താഴെ വീണു. ദിവാർ കാ ഗിർനാ ഥാ कि अधमरे से पड़े हुए सभी जानवर चेत उठे. അപ്പോൾ ദീവാർ ഈ മതിൽ വീണതും അധമരേസെ, പകുതി മരിച്ച നിലയിലായിരുന്നു കൂടുതൽ ആനിമൽസും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, സഭി ജാൻവർ ചേത്തുട്ടെ, അതായത് അതിനൊരു ജീവൻ വെച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ നല്ല അലേർട്ടായി. തീനോ ഘോടിയാം സർപ്പട് ഭാഗ് നിക്കല്ലി, അപ്പോൾ 3 കുതിരകളും സർപ്പട്ട്, അതായത് സ്പീഡിൽ വേഗത്തിൽ വെപ്രാളത്തിൽ ഭാഗ് നിക്കലി, ഓടിപ്പോയി. ഫിർ ബക്രിയാം നിക്ലി, പിന്നെ ആടുകൾ ഇറങ്ങി. ഇസ്കെ ബാദ് ഭേസെ ബി കിസക് ഗയി, അതിനുശേഷം എരുമകളും പതുക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. പർ ഗധേ അഭി തക് ജ്യോ കെ ത്യോ ഖടേ തെ, പക്ഷേ കഴുതകൾ മാത്രം എങ്ങനെയാണോ നിന്നിരുന്നത് അതുപോലെ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. ഹീരാനെ പൂച്ച തും ദോനോ ക്യൂ നഹി ഭാഗ് ജാത്തെ, നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഓടാത്തെ, ഇവിടുന്ന് ഓടിപ്പോവാത്തെ. ഈ ഗധേനെ കഹാ ജോ കഹി ഫിർ പക്കഡ് ലിയേ ജായ്, അപ്പോൾ എങ്ങാനും പിടിക്കപ്പെട്ടാലോ. അപ്പോൾ തോ ക്യാ ഹരജ് ഹേ, അഭി തോ ഭാഗ്നെ കാ അവസർ ഹേ, അതിനെന്താ ക്യാ ഹരജ് എന്നാണ്, എന്താ വ്യത്യാസമുള്ളത്, അങ്ങനെ ആവുകയാണെങ്കിൽ ആവട്ടെ, അതിനെന്താ ഉള്ളത്.
अभी तो भागने का अवसर ഇപ്പോൾ ഓടാനുള്ള ഒരു അവസരമാണ്. ഹമേ तो डर लगता है हम यहीं पड़े रहेंगे. ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് കഴുതകൾ പറഞ്ഞു. आधी रात से ऊपर जा चुकी थी. दोनों गधे अभी तक खड़े सोच रहे थे कि भागे या ना भागे. और मोती अपने मित्र की रस्सी तोड़ने में लगा हुआ था. അപ്പോൾ ഈ അർദ്ധരാത്രിയേക്കാളും മുകളിലായിട്ടുണ്ടായിരുന്നു ആ സമയം, അതായത് രാവിലെ ആവാറായി. പക്ഷെ രണ്ട് കഴുതകളും ദോനോ ഗതി അഭി തക് ഖഡേ സോച്ച് രഹേ थे. അപ്പോഴും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കി ഭാഗേ യാ നാ ഭാഗേ, ഓടണോ ഓടാതിരിക്കണോ. അപ്പോൾ ഓർ മോത്തി അപ്നെ മിത്രയ്ക്ക് രസ്സി തോടനെ മേ ലഗാ ഹുവാ था. മോത്തി ആണെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ നല്ലോണം ബലത്തിൽ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് അഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മോത്തി. जब वह हार गया तो हीरा ने कहा तुम जाओ, मुझे यहीं पड़ा रहने दो, शायद कहीं भेंट हो जाए. जब वह हार गया, അപ്പോൾ ആവുന്നില്ല എന്നായപ്പോൾ ഹീറ പറഞ്ഞു, तो हीरा ने कहा तुम जाओ, നീ ഇവിടുന്ന് പോ, मुझे यहीं पड़ा रहने दो, എനിക്ക് ഇവിടെ തന്നെ കിടക്കാൻ വിട്ടിട്ട് നീ പോ, शायद कहीं भेंट हो जाए, പിന്നെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം ഞങ്ങൾക്ക്, നീ ഇവിടുന്ന് പോ. मोती ने आँखों में आंसू लाकर कहा तुम मुझे इतना स्वार्थी समझते हो हीरा. അപ്പോൾ മോത്തിക്ക് കണ്ണുകൾ നിറഞ്ഞു മോത്തിയുടെ. എന്നിട്ട് വിഷമം കൊണ്ട് മോത്തി പറഞ്ഞു, ആസുലാക്കർ കഹ തും മുझे ഇത്നാ സ്വാർത്ഥി സമജ്തേ ഹോ ഹീര, ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥിയാണെന്നാണ് നീ വിചാരിച്ചേ. ഹീര ഹം ഓർ തും ഇത്നെ ദിനവും ഏക് സാത്ത് രഹേ, ഞാനും നീയും ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു. ആജ് തും വിപത്തി മേ പട് ഗയേ തോ മേ തുംഹേ ഛോഡ്കർ അലഗ് ഹോ ജാऊं. അപ്പോൾ ഇന്ന് നീ ആപത്തിൽ പെട്ടിരിക്കുകയാണ്, അപ്പോൾ ആ സമയത്ത് ഞാൻ നിന്നെ വിട്ടിട്ട് വേറെ പോവാനാണോ നീ പറയുന്നത്. हीराने कहा बहुत मार पड़ेगी, लोग समझ जाएंगे ये तुम्हारी शरारत है. ഹീര പറഞ്ഞു, നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നല്ല അടി കിട്ടും നിനക്ക്. बहुत मार पड़ेगी, लोग समझ जाएंगे, ആളുകൾക്ക് മനസ്സിലാവും ये तुम्हारी शरारत है, നിൻ്റെ കുസൃതിയാണ്, അല്ല നിൻ്റെ പരിപാടിയാണ് ഇതെന്ന് അവർ മനസ്സിലാക്കും. मोती गर्व से बोला जिस अपराध के लिए तुम्हारे गले में बंधन पड़ा उसके लिए अगर मुझ पर मार पड़े तो क्या चिंता. അപ്പോൾ മോത്തി നല്ല അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു അപരാധത്തിനാണോ നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത്, അതായത് നീ ചെയ്തതിന് വേണ്ടിയിട്ട് നീ ആ മതിൽ പൊട്ടിക്കാൻ ശ്രമിച്ചത് കാരണമാണ് നിന്നെ അവർ കെട്ടിയിട്ടത്, നിനക്കതാണ് ശിക്ഷ കിട്ടിയത്. പുസ്കെലി അഗർ മുജ്പർ മാർപ്പെടാം, അതിനായിട്ട് എനിക്കും അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തോ ക്യാ ചിന്ത, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, അതിനെപ്പറ്റി വീണ്ടും എന്തിനാ ചിന്തിക്കുന്നത്. ഇത്നാ തോ ഹോ ഹി ഗയാ കി 9-10 പ്രാണിയോ കി ജാൻ ബച്ച് ഗയി, ഇത്രയെങ്കിലും ആയല്ലോ, അതായത് 9-10 പ്രാണികളുടെ ജീവികളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ലോ. വേ സബ് തോ ആശീർവാദ് ദേങ്കി, അവർ തീർച്ചയായും ഞങ്ങൾക്ക് ബ്ലെസ് ചെയ്യും. യह कहते हुए मोती ने दोनों गधों को सींगों से मार कर बाड़े के बाहर निकाला और तब अपने बंधु के पास आकर सो रहा. അപ്പോൾ യഹ് कहते हुए, ഇത് പറഞ്ഞുകൊണ്ട് മോത്തിനെ ദോനോ ഗധോക്കു, രണ്ട് കഴുതകളെയും ഇങ്ങനെ തള്ളി തൻ്റെ കൊമ്പുകൾ കൊണ്ട് മാർക്ക് ബാടേക്ക് ബാഹർ നിക്കാല, ആ തൊഴുത്തിൻ്റെ പുറത്ത് അതിനെ തള്ളി നീക്കി. और तब अपने बंधु के पास आकर सो रहा, അതിന് ശേഷം തൻ്റെ ബന്ധു, അതായത് തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്ന് അത് കിടന്നു. भोर होते ही मुंशी और चौकीदार तथा अन्य कर्मचारियों में कैसी खलबली मची, इसके लिखने की ज़रूरत नहीं. അപ്പോൾ ഭോർ ഹോന രാവിലെ ആയപ്പോഴേക്കും മുൻഷി ഓർ ചൗക്കിദാർ, മുൻഷി അവിടെ കണക്കെഴുത്തുകാരനും പിന്നെ ചൗക്കിദാർ അവിടുത്തെ വാച്ച്മാനുമൊക്കെ, തഥാ അന്യ കർമ്മചാരി ബാക്കി ജോലിക്കാരുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരം, അതായത് ഖൽബലി മച്ചി, ഇങ്ങനെ ഒച്ചപ്പാട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഞാൻ പറയേണ്ടതായിട്ട് ആവശ്യമില്ലല്ലോ, അത് ഞാൻ ഇതിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ലേഖകൻ പറയുന്നത്. इसके लिखने की ज़रूरत नहीं, बस इतना ही काफ़ी है कि मोती की खूब मरम्मत हुई और उसे भी मोटी रस्सी से बांध दिया गया. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ധാരാളമാവും, കാരണം മോത്തിക്ക് ഖൂബ് മരമ്മത്ത് പോയി, മോത്തിയാണ് ചെയ്തത് എന്നവർക്ക് മനസ്സിലായിട്ട് അവരെന്താ ചെയ്തത്, നല്ലോണം അതിനെ അടിച്ചു. അപ്പോൾ മരമ്മത്ത് കറി നല്ലോണം അതിനെ വേദനിപ്പിച്ചു. और उसे भी मोटी रस्सी से बांध दिया गया, അതിനെയും നല്ല കട്ടി തടിച്ച കയറുകൊണ്ട് കെട്ടിയിട്ടു. एक सप्ताह तक दोनों मित्र वहाँ बंधे पड़े रहे. അപ്പോൾ ഒരാഴ്ചയോളം രണ്ട് സുഹൃത്തുക്കളും അവിടെ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടു. കിസിനെ ചാരേക്ക ഏക് തൃൺ ഭീ ന ഡാല, ഒരു ചെറിയൊരു പുല്ലിൻ്റെ കഷ്ണം പോലും അവർക്ക് ഇട്ട് തന്നില്ല. ഏക് ബാർ പാനി ദിഖാ ദിയാ ജാത്താ താ, ഒരു പ്രാവശ്യം ദിവസത്തിൽ അവർക്ക് വെള്ളം കാണിക്കുക, അതായത് വെള്ളം കൊടുക്കും. യഹി ഉൻക ആധാർ താ, അത് തന്നെയായിരുന്നു അവർക്ക് ജീവിക്കാനുള്ള ഒരു ആധാർ എന്ന് പറയുന്നത്.
दोनों इतने दुर्बल हो गए थे कि उठा तक न जाता था. ठठरियाम निकल आई थी. അപ്പോൾ दोनों इतने दुर्बल, ഇത്ര വീക്കായിരുന്നു, രണ്ടുപേരും വീക്കായിപ്പോയി. അവർക്ക് ആരോഗ്യമില്ലായിരുന്നു. കി ഉഠാ തക് ന ജാത്ത ത, അവർക്ക് എണീക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതായി. കാരണം ഭക്ഷണമൊന്നുമില്ല, വെറും വെള്ളം കുടിക്കും, അതും ഒരു പ്രാവശ്യം മാത്രമേ അവർക്ക് വെള്ളം തരാറുണ്ടായിരുന്നു. ठठरियाम निकल आई थी, അവരുടെ എല്ലുകൾ പോലും കാണുന്നുണ്ടായിരുന്നു. एक दिन बाड़े के सामने डुग्गी बजने लगी. അപ്പോൾ ഈ തൊഴുത്തിൻ്റെ പശുശാലയുടെ മുമ്പിൽ ഒരു ദിവസം ഡുഗ്ഗി ബജനെ ലഗി, അതായത് ढोलक बजने लगा, അല്ലെങ്കിൽ എന്താ അവിടെ ആളുകൾ കൂടാനായിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. और दोपहर होते होते वहाँ 50-60 आदमी जमा हो गए. അപ്പോൾ ഉച്ചയാവുമ്പോഴേക്കും ഒരു 50-60 ആളുകൾ അവിടെ കൂടിച്ചേർന്നു. तब दोनों मित्र निकाले गए. ആ സമയത്താണ് രണ്ടുപേരെയും പുറത്തിറക്കിയത്. और उनकी देखभाल होने लगी, നല്ലോണം അവർ പരിചരിക്കാൻ തുടങ്ങി. ലോഗ് ആ ആക്കർ ഉനക്കി സൂരത് ദിഖ്തെ, വന്ന് അവരുടെ മുഖം എല്ലാവരും നോക്കും. और നല്ലോണം ചെക്ക് ചെയ്യും. और मन फीका करके चले जाते. എന്നിട്ട് അവർക്ക് മനസ്സിനൊരു തൃപ്തി ഇല്ലാത്ത രീതിയിൽ മുഖം വാടിയിട്ട് അവർ തിരിച്ചു പോകും. ऐसे मृतक बैलों का कौन खरीदार होता, ഇങ്ങനൊരു ജീവനില്ലാത്ത ബുള്ളിൻ്റെ ആവശ്യം ആർക്കാണുള്ളത്? അപ്പോൾ ആർക്കും അത് മേടിക്കണമെന്ന് ആഗ്രഹമില്ല അവിടെ വന്ന് ആളുകൾക്ക്. सहसा एक दढ़ियल आदमी जिसकी आंखें लाल थीं और मुद्रा अत्यंत कठोर आया और दोनों मित्रों के कूल्हों में उंगली गोद कर मुंशी जी से बातें करने लगा. उसका चेहरा देखकर अंतर्ज्ञान से दोनों मित्रों के दिल कांप उठे. അപ്പോൾ ആ സമയത്ത് ഒരു നല്ല താടിയൊക്കെ ആയിട്ട് വലിയ ഒരു ദുഷ്ടനെ പോലെ തോന്നുന്ന ഒരാൾ, അതായത് ജിസ്കി ആങ്കെ ലാൽ തീ, ചുമന്ന കണ്ണുകളും, മുദ്ര അത്യന്ത കഠോർ, അയാളുടെ പെരുമാറ്റമൊക്കെ ദുഷ്ടനെ പോലെ ആയിരുന്നു. അയാളിങ്ങനെ പശുക്കളെ നല്ലോണം ചെക്ക് ചെയ്തു. ഉസ്കാ ചെഹ്റ ദേക്കർ അന്തർജ്ഞാൻ സെ ദോനോ മിത്രോं के दिल कांप उठे. അപ്പോൾ രണ്ടുപേരുടെയും ഹൃദയം ഇങ്ങനെ നെഞ്ചിടിക്കാൻ തുടങ്ങിയെന്ന, ഹൃദയം വിറച്ചു എന്നാണ് പറയുന്നത്. അന്തർജ്ഞാനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് ഇങ്ങനെ പെടയാൻ തുടങ്ങി. അപ്പോൾ कौन है और उन्हें क्यों टटोल रहा है, इस विषय में उन्हें कोई संदेह न हुआ. അപ്പോൾ അതാരാണെന്നും എന്തിനാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലായി. കാരണം അവർക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു, തങ്ങളെ കൊല്ലാനായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. दोनों ने एक दूसरे को भीत नेत्रों से देखा और सिर झुका लिया. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പേടിച്ച കണ്ണുകളോടെ, ഭീത് നേത്രോം സെ, പേടിച്ച കണ്ണുകളോടെ തമ്മിൽ നോക്കി. എന്നിട്ട് और सिर झुका दिया, എന്നിട്ട് തല കുനിച്ചു. അതായത് അവർ ഹെൽപ്ലെസ് ആയിരുന്നു, അവർക്ക് ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ലായിരുന്നു. हीरा ने कहा, गया के घर से नाहक भागे, अब जान न बचेगी. ഇപ്പോൾ ഹീരയ്ക്ക് തോന്നാൻ തുടങ്ങി. ഹീര പറഞ്ഞു, ഗയയുടെ വീട്ടിൽ നിന്നും ഓടേണ്ട ആവശ്യമില്ലായിരുന്നു, നാഹക്ക് ഒരു ആവശ്യവുമില്ലായിരുന്നു, അവിടുന്ന് വെറുതെ ഓടി. അബ് ജാൻ ന ബച്ചേക്ക്, ഇനി ജീവൻ പോലും രക്ഷിക്കാൻ പറ്റത്തില്ല. मोती ने अश्रद्धा के भाव से उत्तर दिया, कहते हैं भगवान सबके ऊपर दया करते हैं, उन्हें हमारे ऊपर दया नहीं आती. അപ്പോൾ മോത്തി അശ്രദ്ധയോടെ, അതായത് ദൈവത്തിനോട് ഇങ്ങനെ എന്താണ് ശ്രദ്ധയില്ലായ്മ, റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ, അതായത് ഭക്തി ഇല്ലായ്മ കൊണ്ട് പറയുകയാണ്. ഉത്തർ ദിയ, कहते हैं भगवान सबके ऊपर दया करते हैं, ദൈവം എല്ലാവർക്കും നല്ലത് വരുത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട്, എല്ലാവരോടും പാവം തോന്നിയിട്ട്. ഉन्हें हमारे ऊपर दया नहीं आती, ദൈവത്തിന് ഞങ്ങളോട് പാവം തോന്നുന്നില്ലേ. भगवान के लिए हमारा मरना जीना दोनों बराबर है, चलो अच्छा ही है, कुछ दिन उसके पास तो रहेंगे. एक बार भगवान ने उस लड़की के रूप में हमें बचाया था, क्या अब न बचाएंगे. അപ്പോൾ ഭഗവാൻക്കിലെ ഹമാരാ മർണ ജീന ദോനോ ബരാബർ ഹൈ, ദൈവത്തിന് ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും എല്ലാം ഒരുപോലെയാണ്, ബരാബർ ഹൈ. ചലോ അച്ചായി, എന്തായാലും നന്നായി. കുച്ച് ദിൻ ഉസ്കെ പാസ് തോ രഹേംഗെ, കുറച്ച് ദിവസം അയാളുടെ കൂടെ നിൽക്കും ഞങ്ങൾ. एक बार भगवान ने उस लड़की के रूप में हमें बचाया था, ഒരിക്കൽ ദൈവം ആ പെൺകുട്ടിയുടെ രൂപത്തിൽ ഞങ്ങളെ രക്ഷിച്ചു. ക്യാ അബ് ന ബച്ചായെങ്കിൽ, ഇപ്പം ഇനി രക്ഷിക്കത്തില്ലേ ഞങ്ങളെ ദൈവം. യാ ആദ്മി ഛുരി ചലായക ദേഖ് ലേന, ഈ മനുഷ്യൻ തീർച്ചയായിട്ടും കത്തി കുത്തും, അതായത് കത്തി ഉപയോഗിക്കും. ദേഖ് ലേന, അതായത് ഞങ്ങളെ മുറിക്കാനായിട്ടാണ് അത് അയാൾ കൊണ്ടുപോകുന്നത്. तो क्या चिंता है, മാസ്, ഖാൽ, സീങ്, ഹഡ്ഡി സബ് കിസി ന കിസി കാം ആ ജായെങ്കെ. അപ്പോൾ അതിലെന്താ ഇത്ര ചിന്തിക്കാനുള്ളത്? ഞങ്ങളുടെ ശരീരത്തിലുള്ള മാംസവും പിന്നെ തൊലിയും ഞങ്ങളുടെ കൊമ്പും പിന്നെ എല്ലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിനായിട്ട് വരുമല്ലോ. नीलाम हो जाने के बाद दोनों मित्र उस दड़ियल के साथ चले. दोनों की बोटी बोटी कांप रही थी, बेचारे पांव तक न उठा सकते थे, पर भय के मारे गिरते पड़ते भागे जाते थे, क्योंकि वह ज़रा भी चाल धीमी हो जाने पर ज़ोर से डंडा जमा देता था.
അപ്പോൾ നീലാം ഹോ ജാനെ കെ ബാദ് ദോനോ മിത്ര ഉസ് ദടിയൽ കെ സാത്ത് ചലെ. അപ്പോൾ ഇതൊരു എന്താണ്, ലേലം വിളിക്കലാണ്. അപ്പോൾ ലേലം വിളിക്കുന്ന കാര്യത്തിൽ ഇയാൾ ജയിച്ചു. ദടിയൽ എന്ന് പറഞ്ഞാൽ താടിക്കാരൻ ജയിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ട് ഈ താടിക്കാരൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദടിയൽ കെ സാത്ത് ചലെ, രണ്ടുപേരും അയാളുടെ കൂടെ ഇറങ്ങി. ദോനോം കി ബോട്ടി ബോട്ടി കാംപ്രേ, രണ്ടുപേരുടെയും വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളുകയായിരുന്നു. അപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു അവർ. ബേച്ചാരെ പാം തക്ന ഉഠാ സക്തേ, അവർക്ക് കാല് പോലും ഉയർത്താനുള്ള ശേഷിയില്ലായിരുന്നു. पर भय के मारे गिरते पड़ते भागे जाते थे. പക്ഷെ പേടി കാരണം ഇങ്ങനെ വീഴുകയോ എണീക്കുകയോ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയോ ഓടി അവർ. ക്യോങ്കി വഹ ജറാ ബി ചാൽ ധീമി ഹോ ജാനെ പർ, ചാൽ ധീമി ഹോ ജാന, അതായത് അതിൻ്റെ ഒരു എന്താണ് നടക്കുന്നത് സ്ലോ ആവുമ്പോഴേക്കും അയാൾ ഉടനെ സോർ സെ ഡണ്ടാ ജമാ ദേത്താ, വേഗത്തിൽ ബലത്തിലടിക്കുമായിരുന്നു അവരെ. राह में गाय बैलों का एक रेवड़ हरे हरे हार में चरता नजर आया. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ഈ പശുക്കളുടെയും കാളകളുടെയും ഒരു ഗ്രൂപ്പ്, ഒരു ജുണ്ട് എന്ന് പറയത്തില്ലേ, പശുക്കളിങ്ങനെ ഗ്രൂപ്പായിട്ട് ഹരെ ഹരെ ഹാർമേ ചെറുത്താ നസറായ, നല്ല രീതിയിലുള്ള ഒരു പ്ലോട്ട്, അതായത് നല്ല ചിട്ടയിലുള്ള കൃഷിസ്ഥലം, അവിടെ ഹരെ ഹരെ നല്ല ഗ്രീനറി നിറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ചെറുത്തേ നസറായി, ഗ്രേസ് ചെയ്യുന്നതായിട്ട് കണ്ടു. സഭി ജാൻവർ പ്രസന്നത്തെ ചിക്കനെ ചപ്പൽ, അപ്പോൾ എല്ലാ ആനിമൽസിൻ്റെയും മുഖത്തൊരു സന്തോഷമുണ്ടായിരുന്നു. ചിക്കനെ ചപ്പൽ, അതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല തിളങ്ങുന്ന, അതായത് ഹെൽത്തി ആയതും നല്ല ആക്റ്റീവ് ആയിട്ടുള്ളതും. कोई उछलता था, कोई आनंद से बैठा पागुर करता था. കുറച്ചൊക്കെ ആനിമൽസ് കുറേ അവരൊക്കെ ചിലവരിങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു, ആക്റ്റീവായിട്ട് കാണിക്കുകയാണ്. कोई आनंद से बैठा पागुर करता था, കുറച്ച് ആനിമൽസ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നിട്ട് ചവയ്ക്കുന്നതായിട്ടും കാണാം, അവർക്ക് കിട്ടിയ വൈക്കോലൊക്കെ ചവയ്ക്കുന്നതായിട്ട്. കിത്ന സുഖി ജീവൻ താ ഇൻക, ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെ സന്തോഷത്തോടെയുള്ളതായിരുന്നു. पर कितने स्वार्थी हैं सब, പക്ഷെ എല്ലാവരും എന്താണ്, സ്വാർത്ഥിയാണ്. കിസിക്കു ചിന്തനയും, പക്ഷെ മറ്റ് ആനിമൽസിനൊന്നും ഒരു ചിന്തയും ഇല്ല. അവരുടെ ഈ രണ്ട് സഹോദരങ്ങൾ ബധിക്കെന്ന് പറഞ്ഞാൽ ബുച്ചർ, ഈ കൊല്ലാൻ പോകുന്ന ഈ ദുഷ്ടൻ്റെ കയ്യിൽ പെട്ടിട്ട് ബധിക്കെ ഹാത്ത് പടെ കേസെ ദുഃഖി, എത്ര വിഷമിക്കുകയാണ് ഞങ്ങൾ ഈ ബുച്ചറിൻ്റെ കയ്യിൽ പെട്ടുപോയിട്ട് എന്ന കാര്യം അവർക്ക് ചിന്തയില്ല. സഹസാ ദോനോം കോ ऐसा मालूम हुआ कि यह परिचित रहा है. പിന്നെ പതുക്കെ ഇങ്ങനെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലം, അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എവിടെയോ കണ്ടതുപോലെയുണ്ട്. ഇസി റാസ്തേസെ ഗയ ഉന്നെ ലേ ഗയാ ഥാ, അപ്പോൾ ഇതേ വഴിയിലൂടെയാണ് ഗയ അവരെ കൊണ്ടുപോയത്. വഹി ഖേത് വഹി ബാഗ് വഹി ഗാവ് മിൽനെ ലഗെ, അപ്പോൾ അത് ആ വഴിയിലൂടെ പോകുമ്പോൾ അതേ കൃഷിസ്ഥലങ്ങൾ, അതേ ഗാർഡൻ, പിന്നെ അതേ ഗ്രാമം ഒക്കെ അവർക്ക് കാണാനായിട്ട് പറ്റി. പ്രതീക്ഷൺ ഉൻകി ചാൽ തേസ് ഹോനെ ലഗി, അപ്പോൾ ഓരോ നിമിഷവും അവർ മുമ്പോട്ട് നീങ്ങുന്തോറും അവരുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. സാരി ഥക്കാൻ സാരി ദുർബലത ഗായബ് ഹോ ഗയി, അപ്പോൾ അവരുടെ ആ ക്ഷീണവും അവർ വീക്ക്നെസ്സും എല്ലാം ഇങ്ങനെ ഇല്ലാതായി, ഗായബ് ഹോ ഗയി. യ ലോ അപ്നാ ഹി ഹാർ ആ ഗയാ, അപ്പോൾ ഞങ്ങളുടെ തന്നെ ഏരിയ, അപ്നാഹി ഹാർ, അതായത് ഞങ്ങളുടെ തന്നെ ആ ഒരു പ്ലോട്ടാണ് ഇവിടെ എത്തിച്ച്, ഞങ്ങൾ വന്നത് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ്. ഇസി കുവേ പർ ഹം പുർ ചലനെ ആയാ കർത്തേ ഥേ യഹി കുവാ ഹെ, അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഗ്രേസ് ചെയ്യാനായിട്ട് വരാറുണ്ടായിരുന്നത്, ഞങ്ങൾ വരാറുള്ള വെല്ലാണിത്. ആയാ കർത്തേ യഹി കുവാ, ഇത് തന്നെയായിരുന്നു ആ വെല്ല്, അപ്പം ഞങ്ങൾ ഗ്രേസ് ചെയ്യാനായിട്ട് വരുന്ന പ്ലോട്ട് തന്നെയാണ് ഇത് എന്നവർ തീരുമാനിക്കുകയാണ്. മോത്തിനെ കഹാ ഹമാരാ ഘർ നഗീച്ച് ആ ഗയാ, മോത്തി പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട് അടുത്ത് വരികയാണ്. ഹീരാ ബോല ഭഗവാൻ കി ദയാ ഹെ, ദൈവത്തിൻ്റെ ദയയാണ് ഇത് കാണുന്നത്. മേ തോ അബ് ഘർ ഭാഗ്താ ഹൂം, ഞാൻ വീട്ടിലേക്ക് ഓടുകയാണ്. യഹ് ജാനെ ദേഗാ, മോത്തി പറഞ്ഞു ഇത് വിടുവോ ഇയാൾ, ഇസേ മേ മാർ ഗിരാത്ത, ഇയാളെ ഞാൻ അടിച്ച് വീഴ്ത്താൻ പോവുകയാണ് എന്ന് ഹീറ പറഞ്ഞു. നഹി നഹി ദോഡ്കർ ഥാൻ പർ ചലോ വഹാ സെ ഹം ആഗേ ന ജായെങ്കെ, അപ്പോൾ വേഗം ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാം, അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ടിനി പോകത്തില്ല. दोनों उन्मत्त होकर बच्चों की भांति कुलेलें करते हुए घर की ओर दौड़े. അപ്പോൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഉന്മത്ത് ഹോക്കർ ബച്ഡോം കി ഭാന്തി, പശുക്കിടാവിനെ പോലെ തന്നെ ഇനി കുലേലേം കർത്തേ ഹുവേ, തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് അവർ വീട്ടിൻ്റെ നേരെ ഓടി. വ ഹമാരാ ഥാൻ ഹെ, അത് ഞങ്ങളുടെ സ്ഥലമാണ്. ദോനും ദോഡ്കർ അപ്നെ ഥാൻ പറായെ ഓർ ഖടേ ഹോ ഗയെ, അവരുടെ സ്ഥലത്തേക്ക് വന്നിട്ട് അവരവിടെ നിന്നു. ദടിയൽ ഭി പീച്ചെ പീച്ചെ ദോടാ ചല ആത്ത ഥാ, അപ്പോൾ ആ താടിക്കാരനും അവരുടെ പിറകെ ഓടി വരികയായിരുന്നു. ജൂരി ദ്വാർ പർ ബൈഠ ധൂപ് ഖാ രഹാ ഥാ, അപ്പോൾ ജൂരി ആണെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് വെയിൽ കൊള്ളുകയായിരുന്നു.
बैलों को देखते ही दौड़ा और उन्हें बारी बारी से गले लगाने लगा. അപ്പോൾ ഈ കാളകളെ കണ്ടതും ഓടിപ്പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങി. മിത്രോं की आंखों से आनंद के आंसू बहने लगे. അപ്പോൾ രണ്ടുപേരുടെയും ഹിരയുടെയും മോതിയുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നു തുടങ്ങി. एक झुरी का हाथ चाट रहा था. ഒരു പശുവാണ്, ഒരു കാളയാണെങ്കിൽ ജൂരിയുടെ കൈ നക്കുകയായിരുന്നു. ദടിയൽ ने जाकर बैलों की रस्सियां पकड़ ली. താടിക്കാരൻ വേഗം പോയിട്ട് അവരുടെ കയറ് പിടിച്ചു. ജൂരി ने कहा मेरे बैल हैं, എൻ്റെ കാളകളാണിത്. तुम्हारे बैल क्या खाने से नीलाम लिए आता हूँ. അപ്പോൾ നിൻ്റെ കാളകൾ എങ്ങനെയായി ഇത്? ഞാൻ മവേശി ഖാൻ, അതായത് ഇത് പശുശാല തന്നെ, അതായത് തൊഴുത്തിൽ നിന്നും ഞാൻ ഇതിടെ ഓപ്ഷൻ വിളിച്ചുകൊണ്ട് ഞാനിതിനെ മേടിച്ചിരിക്കുകയാണ്. मैं तो समझा हूँ चुराए लिए आते हो, चुपके से चले जाओ. എനിക്ക് മനസ്സിലായി ഇത് ഇവരെ നീ കട്ടതാണെന്ന്. ചുപ്കെ സെ ചലേ ജാओ, ഇവിടുന്ന് നീ മിണ്ടാതെ പോയിക്കോ. മേരെ ബേൽ ഹേ, എൻ്റെ കാളകളാണ്. മേ ബേച്ചുങ്ക തോ ബിക്കേങ്കെ, ഞാൻ വിറ്റാൽ മാത്രമേ ഇത് വിൽക്കപ്പെടത്തുള്ളൂ. കിസി കോ മേരെ ബേൽ നീലാം കർണേ കാ ക്യാ അക്തിയാർ ഹേ. അപ്പോൾ ആർക്കാണ് അതോറിറ്റി? അക്തിയാർ എന്ന് പറഞ്ഞാൽ അതോറിറ്റി. എൻ്റെ കാളകളെ വിൽക്കാൻ ഓപ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ജാക്കർ थाने में रपट कर दूंगा, ഞാൻ പോയിട്ട് കേസ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ. मेरे बैल हैं, इसका सबूत यह है कि मेरे द्वार पर खड़े हैं. ഈ കാളകൾ എൻ്റേതാണ്, അതിൻ്റെ പ്രൂഫാണ് ഈ കാളകൾ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ, എൻ്റെ കതകിൻ്റെ അവിടെ വന്ന് തന്നെ നിൽക്കുന്നത്. ദടിയൽ झल्लाकर बैलों को ज़बरदस्ती पकड़ ले जाने के लिए बढ़ा. ദടിയൽ ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ട്, അതായത് നിർബന്ധപൂർവ്വം, ഇങ്ങനെ ദേഷ്യം കൊണ്ട് അയാൾ ജബർദസ്തി നിർബന്ധപൂർവ്വം അവരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് മുമ്പോട്ട് വന്നു. ഉസി വക്ത് മോത്തിനെ സിംഗ് ചലായ, മോത്തി അതിനെ കൊമ്പ് കൊണ്ട് കുത്താൻ ഒരുങ്ങി. ദടിയൽ പീച്ചെ ഹട്ട, ദടിയൽ പിറകിലോട്ട് നീങ്ങി. മോത്തിനെ പീച്ചാക്കിയ, മോത്തി അതിൻ്റെ പിറകിലോടി. ദടിയൽ ഭാഗ, അയാൾ ഓടി. മോത്തി പീച്ചെ ദോടാ, മോത്തി അയാളുടെ പിറകിലോടി. गांव के बाहर निकल जाने पर वह रुका, पर खड़ा दड़ियल का रास्ता देख रहा था. दड़ियल दूर खड़ा धमकियाँ दे रहा था, गालियाँ निकाल रहा था, पत्थर फेंक रहा था. അപ്പോൾ മോത്തി അതിനെ ഓടിച്ചോടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്ത് അയാൾ എത്തുന്നത് വരെ ഓടിച്ചു. പക്ഷെ എന്നിട്ടും അവിടെ നിന്നിട്ട് ദടിയലിനെ നോക്കി നിന്നു. ഖടാ ദടിയൽ കാ റാസ്ത ദേഖ് രഹാ താ, ദടിയൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ദടിയൽ ദൂർ ഖടാ ധംകിയാം ദേ രഹാ താ, ത്രട്ടനിങ്സ്, ഇങ്ങനെ ത്രട്ടൻ ചെയ്യുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ താടിക്കാരൻ ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയുകയായിരുന്നു, ത്രട്ടൻ ചെയ്യുകയായിരുന്നു. ഗാലിയാം നിക്കാൽ രഹാ താ, ഇങ്ങനെ എന്താണ് വേണ്ടാത്ത വിളിക്കുകയായിരുന്നു. പത്തർ ഫീങ്ക് രഹാ താ, കല്ലുകൾ എറിയുകയായിരുന്നു. और मोती വിജയി ഷൂർ കി ഭാന്തി ഉസ്കാ രാസ്ത റോക്കെ ഖടാ താ. അപ്പോൾ മോത്തിയാണെങ്കിലോ ജയിച്ച ഒരു കറേജസ് ആയിട്ടുള്ള ഒരാളെ പോലെ അതേ രീതിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അവിടെ അയാൾക്ക് മുമ്പോട്ട് വരാൻ തരാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. ഗാവ് കെ ലോ യ തമാശ ദേഖ്തേ ഥേ ഓർ ഹസ്തേ ഥേ. ഗ്രാമത്തിലുള്ള ആളുകൾ ഈ തമാശ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് അവർ ചിരിക്കുകയായിരുന്നു. जब दड़ियल हार कर चला गया तो मोती अकड़ता हुआ लौटा. ആ താടിക്കാരൻ തോറ്റുകൊണ്ട് പിന്മാറിയപ്പോൾ तो मोती अकड़ता हुआ लौटा, मोती അഹങ്കാരത്തോടെ മടങ്ങി എന്നാണ് പറയുന്നത്. हीरा कहा मैं डर रहा था कि कहीं तुम गुस्से में आकर मार न बैठो. ഞാൻ പേടിക്കുകയായിരുന്നു നീ എങ്ങാനും ദേഷ്യം വന്ന് അതിനെ കൊന്നാലോ. अगर वो मुझे पकड़ता तो मैं बेमारे न छोड़ता. അപ്പോൾ മോത്തി പറഞ്ഞു അയാളെങ്ങാനും എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയാളെ കൊല്ലാതെ വിടത്തില്ലായിരുന്നു. बेमारे न छोड़ता. अब न आएगा, ഇനി വരത്തില്ല. ആയേഗാ തോ ദൂർ ഹി സെ ഖബർ ലൂങ്കാ, ദേഖൂ कैसे ले जाता है. വരികയാണെങ്കിൽ തന്നെ മോത്തി പറയുക ഞാൻ ദൂരെ തന്നെ അയാളെ നോക്കിയെടുത്തോളും, അത് ഞാൻ എടുത്തോളാം. ദേഖൂ कैसे ले जाता है, എങ്ങനെ കൊണ്ടുവന്ന് നോക്കട്ടെ ഒന്ന്. ജോ ഗോലി മർവാദേ. അപ്പോൾ ഹീര ചോദിച്ചു ഗോലി അതായത് വെടിവെച്ചാലോ. മർ ജാവുങ്ക പർ ഉസ്കെ കാം തോ നാ ആവുങ്ക. അങ്ങനെയാണെങ്കിൽ മരിക്കും ഞാൻ, പക്ഷേ എന്ത് വന്നാലും അയാൾക്ക് യൂസ്ഫുൾ ആകത്തില്ല ഞാൻ, അത് അയാൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആകരുത്. ഹമാരി ജാൻ കോ കോയി ജാൻ ഹി നെയ് സമജ്താ. ഞങ്ങളുടെ ജീവന് വിലയെ ആരും കൊടുക്കുന്നില്ല. ഇസീലിയേ കി ഹം ഇത്നെ സീതേ ഹേ. എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങൾ അത്രയ്ക്ക് പാവങ്ങളാണ്, നേരെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവൻ അവർ വില കൊടുക്കാത്തത്. ज़रा देर में नांदों में खली भूसा ചോക്കർ और दाना भर दिया गया और दोनों मित्र खाने लगे. ज़रा देर में, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഖലി ഭൂസ ചോക്കർ എല്ലാം.
അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാം അവിടെ എത്തിച്ചേർന്നു. ദോനോ മിത്ര ഖാനെ ലഗെ, രണ്ട് കൂട്ടുകാരും കഴിക്കാൻ തുടങ്ങി. ജുരി ഖട ദോനോ കോ സെഹലാ രഹാ താ ഓർ ബീസോ ലड़के തമാശ ദേഖ് രഹേ തെ. ജൂരി അവരെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20ഓളം കുട്ടികൾ, ആൺകുട്ടികൾ അവിടെ ഈ തമാശ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാരേ ഗാവ് മേ ഉച്ഛാസ മാലൂം ഹോത്താ താ. ആ ഗ്രാമം മുഴുവനും എന്തോ ഒരു ഉത്സാഹം പടർന്നതുപോലെ അവർ വന്നതോടെ. ഉസി സമയം മാൽക്കിനെ ആക്കർ ദോനോ കെ മാത്തെ ചും ലിയേ. അതേ സമയത്ത് മാൽക്കിൻ, അതായത് ജൂരിയുടെ ഭാര്യ ഉടമസ്ഥ വന്നുകൊണ്ട് ദോനോ കെ മാത്തെ ചും ലിയേ, രണ്ടുപേരുടെയും നെറ്റിയിൽ ചുംബിച്ചു. കിസ് ബാത് കെ അനുസാർ ഹീറ ഓർ മോത്തി കായർ കേലാത്തെ. കായർ എന്ന് പറഞ്ഞാൽ ഭീരുക്കൾ. അപ്പോൾ ഏത് ഒരു സംഭവം നടന്നായിരുന്നെങ്കിലാണ് ഈ ഹീരയും മോത്തിയും ഭീരുക്കളാണ് എന്ന് അവർ അറിയപ്പെടുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എന്താ കാരണം? കാരണം അവർ സാണ്ടിനെ കണ്ട്, ആ വൈൽഡ് ബുള്ളിനെ കണ്ട് പേടിച്ചില്ല. യദിവെ സാണ്ട് സെ ഡർക്കർ ഭാഗ് ജാത്തെ. അവർ ആ സാണ്ടിനെ കണ്ട് എങ്ങാനും പേടിച്ച് ഓടിയായിരുന്നെങ്കിൽ അവരെന്തെന്ന് അറിയപ്പെടും? കായർ, അതായത് ഭീരുക്കളാണ് എന്ന് അറിയപ്പെടുമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാണ്ട് ക്യാ കർത്താ ഹുവ ഹീര ഓർ മോത്തി കി ഓർ ആ രഹാ താ. സാണ്ട്, ആ വൈൽഡ് ബുള്ള് എന്ത് ചെയ്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നത്? ഡോങ്ക്താ ഹുവ. ഡോങ്ക്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കത്തില്ല വൈൽഡ് ബുള്ള്, അതിനെയാണ് ഡോങ്ക്താ ഹുവ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാഞ്ചി ഹൗസ് കാ സഹി അർത്ഥ് ക്യാ ഹെ. അപ്പോൾ കാഞ്ചി ഹൗസ് ഈ അധ്യായത്തിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാഞ്ചി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചുട്ടേ ഹുവേ ഓർ ബഹക്കെ ഹുവേ പശു റഖേ ജാത്തെ. അപ്പോൾ ചുട്ടേ ഹുവേ എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും ഓടിപ്പോയതും പിന്നെ കാണാതായതും, പിന്നെ ബഹക്കെ ഹുവേ അതായത് അവർക്ക് വഴിയൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പശുക്കളെയാണ് ഇവർ അവിടെ വെക്കുന്നത്. അതായത് പശുത്തൊഴുത്ത് തന്നെയാണ്, അവിടെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഈ പശുക്കളെ കാഞ്ചി ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ കാഞ്ചി ഹൗസിമേ ഹാസിരി കോൺ ലേത്താത്ത. കാഞ്ചി ഹൗസിൽ ആരായിരുന്നു ഈ അറ്റൻഡൻസ് എടുക്കുന്നത്? ചോക്കിദാർ, അതായത് അവിടുത്തെ ചോക്കിദാർ, അതായത് വാച്ച്മാൻ ആയിരുന്നു അതിൻ്റെ കണക്കൊക്കെ നോക്കാറുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഈ പശുക്കൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ കണക്കൊക്കെ നോക്കുന്നത് ചോക്കിദാറായിരുന്നു. കാഞ്ചി ഹൗസ് മേ കേദ് പശുവോं की हाजिरी क्यों ली जाती थी? എന്തുകൊണ്ടാണ് ഈ കാഞ്ചി ഹൗസിൽ ഈ പശുക്കളൊക്കെ പ്രസൻ്റ് ആണോ, എല്ലാ പശുക്കളും അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ. ഹാസിരി എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണോ എന്ന് നോക്കുക, അതായത് അറ്റൻഡൻസ് എടുക്കുമ്പോൾ അവിടെ എല്ലാ പശുക്കളും ഉണ്ടോ എന്ന് എന്തുകൊണ്ടാണ് അവർ നോക്കിയിരുന്നത്? കൊയ് പശു ഭാഗ്തോ നഹി ഗയാ. എന്തുകൊണ്ട്? ചില പശുക്കൾ അവിടെ നിന്ന് ഓടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും വന്നിട്ട് ഒരു ചോക്കിദാർ വന്നിട്ട് എപ്പോഴും അറ്റൻഡൻസ് എടുക്കുന്നത്. കാഞ്ചി ഹൗസ് സെ ഹീര ഓർ മോത്തി കിസ്കോ ബേച്ചാ ഗയ. ഇവിടെ ആക്ച്വലി ബേച്ചാ ഗയാണ് കേട്ടോ. അപ്പോൾ കാഞ്ചി ഹൗസ് സെ ഹീര ഓർ മോത്തി കിസ്കോ ബേച്ചാ ഗയ. അപ്പോൾ ആർക്കാണ് അവർ വിൽക്കപ്പെട്ടത്? ഈ ഹീരയും മോത്തിയും വിറ്റു അവിടെ അല്ലേ. അപ്പോൾ ഈ ലേലം വിളിച്ചുകൊണ്ടാണ് ഇത് അവരെ വിറ്റത്. അപ്പോൾ ആരെയാ വിറ്റത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദഡിയൽക്കോ, ഒരു താടിക്കാരനെയാണ് അവർ വിറ്റത്. गांव के इतिहास में कौन सी घटना अभूतपूर्व रही? बैलों का अपने आप घर आ जाना. അപ്പോൾ ഗാവ് കെ ഇതിഹാസ് മേ, ഈ ഗ്രാമത്തിൻ്റെ ആ ഒരു ഇതിഹാസത്തിൽ, അവരുടെ ആ ഇതിഹാസത്തിൽ കോൺസി ഘട്ടന, ഏതൊരു സംഭവമാണ് അഭൂതപൂർവ്വ ഗ്രഹി, അതായത് ഒരിക്കലും ആളുകൾക്ക് മറക്കാൻ പറ്റാത്തതും പിന്നെന്താണ് അതിശയകരമായിട്ടുമുള്ള ഒരു സംഭവമായിട്ട് മാറിയത് ഏത് സംഭവമായിരുന്നു? ബേലോങ്ക അപ്നെ ആപ് ഘർ ആ ജാന. തന്നെത്താനെ ഈ ബേല് തിരിച്ച് വന്നതാണ്, ആ ഒരു സംഭവമാണ് അതിശയകരമായിട്ട് അവർക്ക് തോന്നിയത്. ദോ ബേലോं की कथा नामक पाठ से हमें क्या प्रेरणा मिलती है? ഞങ്ങൾക്ക് ഈ അധ്യായം, അതായത് ദോ ബേലോं की കഥ എന്ന ഈ പാഠത്തിൽ നിന്നും എന്ത് ഇൻസ്പിറേഷനാണ് ലഭിക്കുന്നത്? स्वतंत्रता के लिए संघर्ष आवश्यक है और उसके लिए स्वयं लड़ना ज़रूरी है. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വതന്ത്രത के लिए संघर्ष आवश्यक है. ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനായിട്ട് എന്താണ് ഇറങ്ങണം അല്ലേ, ഫൈറ്റ് ചെയ്യണം അതിനായിട്ട്. और उसके लिए സ്വയം ലഡ്ന, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങണം, മുന്നോട്ട് ഇറങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത്.